വർഷങ്ങളായി മുടക്കാതെ പൊങ്കാലയിടുന്ന നമുക്ക് ഏവർക്കും പരിചിതയായ ശോഭന ജോർജാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങളായി എന്ന് പറഞ്ഞു. എത്ര വർഷമായി പൊങ്കാലയിടാൻ തുടങ്ങി? എനിക്ക് തോന്നുന്നത് ഒരു 28 വർഷം മുമ്പെങ്കിലും ആയിരിക്കും തുടങ്ങിയത്. അത് അന്ന് ക്ഷേത്രത്തിൻ്റെ ആ ഒരു അടുത്ത് തന്നെയായിരുന്നു. അവിടെ നമുക്ക് അടുപ്പമുള്ളൊരു വീടുണ്ടായിരുന്നു, അവിടെയാണ് തുടങ്ങുന്നത്. അന്ന് ഇത്രയൊന്നും അറിയില്ല, പക്ഷേ അന്നിട്ടപ്പോൾ നമ്മുടെ മനസ്സിനൊരു നിറവ്. പിന്നെ അതിങ്ങനെ തുടർന്നു പോന്നു. പിന്നെ ഇവിടെ വന്നപ്പം ഞങ്ങൾ കവടിയാറിലേക്ക് താമസമായി. അപ്പോൾ അന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, കവടിയാറ് വരെ പൊങ്കാലയൊന്ന് വന്നിരുന്നെങ്കിലെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായി കവടിയാറ് വരെയും പൊങ്കാല വന്നു. അപ്പോൾ ഒരു 5 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഇടുന്നത്. ഈ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നതാണ് പൊങ്കാല, എല്ലാ വർഷവും എത്തുന്നുണ്ട്. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് നഗരം ഒരു മണിക്കൂറുകൾക്കകം ക്ലീനായി പഴയതുപോലെയായി മാറുന്നുണ്ട്. ഇതിനകത്ത് ഈ കോർപ്പറേഷൻ്റെയും സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തുണ്ടായിരുന്ന ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഇത്രയും കാലം പൊങ്കാലയിടുന്ന ഓരോ വർഷവും ഉണ്ടാകുന്ന മാറ്റം? അയ്യോ, അത് നമ്മളെത്ര അഭിനന്ദിച്ചാലും നമ്മൾ തീരില്ല. ഇപ്പോൾ എന്ന് പറയുന്നത് ആര്യാണ് ഇവിടുത്തെ മേയർ. എന്ത് ചുറുചുറുക്കോടുകൂടിയാ രാത്രിയും പകലും. അതുപോലെ തന്നെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തി. നമ്മളൊരു വൈകുന്നേരം വൈകിട്ട് ഇറങ്ങിയാൽ തന്നെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടന്നെന്ന് പോലും തോന്നൂല. തലസ്ഥാനമല്ലേ, എത്ര ലക്ഷം ജനങ്ങൾ എത്ര ദിവസം കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുക. ഏതൊക്കെ തലത്തിലുള്ള വേസ്റ്റുകളുണ്ട് എല്ലാം തരം തിരിച്ച് ക്ലീനാക്കി. അതെത്ര അഭിനന്ദിച്ചാലും തീരത്തില്ല കേട്ടോ. അത് ക്യാമറമാൻ ബിച്ചു പോച്ചിനൊപ്പം വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്.